അടുത്ത ദിവസം പുതിയ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി വരികയാണ് ദാമി. കൂടാതെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ചെയർമാനെ കണ്ട് സോറി പറഞ്ഞോളാം എന്ന് ദാമി പറയാണ്. രാഹി ഈ സമയം നല്ല തിരക്കാണെന്നും നീ തനിയെ സ്കൂളിൽ പോകണമെന്നും ദാമിയോട് പറയാണ്. സ്കൂളിലേക്ക് എത്തിയ ദാമി അവിടെ ഏറ്റവും പോപ്പുലറായ സ്റ്റുഡൻറ്റ് ഹൻ മോനിയെ കാണുകയാണ്. അവിടെ സ്കൂൾ ബുള്ളീസായ സുജിൻ, കിം, ജിയ ഇവർ 3 പേരും പാവമായ 2 കുട്ടികളെ ബുള്ളി ചെയ്യായിരുന്നു. അവിടേക്ക് വന്ന ദാമി വളരെ പ്രതീക്ഷയോടെയാണ് സ്കൂൾ ജീവിതത്തെ കണ്ടിരുന്നത്. അവിടെ കട്ട് ചെയ്ത് ക്ലാസ്സിലിരിക്കുന്ന മോണിയാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ US നിന്ന് കൊടുത്തുവിടുന്ന കോസ്മെറ്റിക്സ് ഒക്കെ സന്തോഷത്തോടെ അവൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമായിരുന്നു. അവരൊക്കെ അതുകൊണ്ട് അവളെ ഏതാണ്ട് ഐഡലിനെ പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ദാമിയും കൂട്ടി ക്ലാസ് ടീച്ചർ മിസ് ഗോ അവിടേക്ക് വരുന്നത്. പുതിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അടുത്ത സീനിൽ ചെയ്ത ജോലിക്ക് ജിൻമോയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങാനായിട്ട് വന്ന ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. പക്ഷേ കാശ് തരാൻ പറ്റില്ല, കാരണം നിൻ്റെ മുഖം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്, അത് കാരണം നീ ഇപ്പോൾ ഒരു വധശ്രമത്തിലെ പ്രതിയാണ്, കൂടാതെ പോലീസ് നിന്നെ തിരക്കി നടക്കുകയാണ് എന്ന് ദോഹ്യുക്കിനോട് പറയാണ് ജിൻമോ. ജിൻമോ തന്നെ കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയതോടെ ദോഹ്യുക്ക് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പക്ഷേ അവരെ അപ്പോഴേക്കും ജിൻമോ തൻ്റെ വശത്താക്കിയിരുന്നു. ആകെപ്പെട്ട ദോഹ്യുക്ക് അവിടെ നിന്ന് ഓടുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസും അവന് ചുറ്റും വന്നെങ്കിലും വളരെ കഷ്ടപ്പെട്ട് തന്നെ അവൻ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അടുത്ത സീനിൽ ദാമിയുടെ ക്ലാസ്സിൽ എക്സാം നടക്കുകയാണ്. അവൾ അവിടെ പുതിയ കുട്ടിയാണെങ്കിലും ബാക്കിയുള്ള കുട്ടികൾക്ക് അന്ന് എക്സാം ഉണ്ടായിരുന്നു. അവൾ അന്നേരം അവിടെ കുട്ടികൾ കോപ്പി അടിക്കുന്നതായിട്ട് ശ്രദ്ധിച്ച് മിസ് ഗോയോട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. കോപ്പി അടിച്ച സൂചിനെ മിസ് ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ ആദ്യം കണ്ട 3 ബുള്ളീസ് ന്യൂ അഡ്മിഷനായ ദാമിയെ പറ്റി സംസാരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാം ആ 3 പേരുടെ ലീഡർ മറ്റാരുമായിരുന്നില്ല, ഹൻമോനിയായിരുന്നു. അവൾക്ക് വേണ്ടിയായിരുന്നു അവർ എക്സാമിൽ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അടുത്ത സീനിൽ ക്ലാസ് ടീച്ചറോട് കോപ്പി അടിച്ചത് കംപ്ലയിൻറ്റ് ചെയ്തതിന് പ്രതികാരം ചെയ്യാനായിട്ട് വാഷ്റൂമിലിരുന്ന ദാമിയുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ് സൂചി. അവളുടെ നെയിം പ്ലേറ്റ് പറിച്ചെടുത്ത് അവളെ അടിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവിടെ മോനി എത്തുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് അവളെ വിട്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറുടെ അടുത്ത് നിങ്ങളുടെ കാര്യം കംപ്ലയിൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് മോനി. സത്യത്തിൽ ദാമിയുടെ വിശ്വാസം പിടിച്ചു പറ്റാനായിട്ട് മോനി ചെയ്തൊരു നാടകമായിരുന്നു ഇത് മൊത്തം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് നിന്നെ അവരിനി ബുള്ളി ചെയ്യില്ലേ എന്ന് മോനിയോട് ദാമി ചോദിക്കുകയാണ്. അതിന് മോനി പറയുന്നത്, അവർക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അവരെന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. അവൾ അന്നേരം ദാമിയോട് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിക്കുകയാണ്. ദാമി അതിന് സമ്മതിക്കുന്നുമുണ്ട്. അടുത്ത സീനിൽ ദോഹ്യുക്ക് അമ്മയെ കാണാൻ വന്നപ്പോൾ ആ പാർലറിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അമ്മ അവനെ വോൺ ചെയ്യുകയാണ് അകത്തേക്ക് വരരുത് എന്ന്. കാരണം അകത്ത് മുഴുവൻ ദോഹ്യുക്ക് അവിടെ വരും എന്നറിയാവുന്നതുകൊണ്ട് പോലീസ് വന്ന് വളഞ്ഞിരിക്കുകയായിരുന്നു. ദോഹ്യുക്കിനെ കാണുന്ന പോലീസ് അവനെ പിടിക്കാനായിട്ടിട്ട് ഓടിക്കുകയാണ്. അവനൊന്നും ചെയ്തിട്ടില്ല, അവനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്ന് ഓടുന്നതിൻ്റെ ഇടയ്ക്കും അവൻ പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അനിയൻ ജേഹുക്ക് വന്നിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ്. ഒരു വീട്ടിലേക്ക് അവനെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാമെന്ന് പറഞ്ഞ് ദോഹ്യുക്കിനെ പോലെ അവൻ പുറത്തിറങ്ങി ഓടുകയാണ്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പം അപ്പുറത്ത് ദാമിയും ഹൻമോനിയും വളരെയധികം ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. മോനെ പഠിപ്പിച്ച ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ദാമി അവളുടെ ഗ്രാൻഡ് പേ കളിച്ച് കാണിക്കുന്നുണ്ട്. അത് കണ്ട് അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നുമുണ്ട്. ദാമിയെ തന്നെപ്പോലെ തന്നെ ആക്കാനായിട്ട് മോനി പറഞ്ഞ് ദാമിയുടെ നീളമുള്ള മുടി വെട്ടി ഷോർട്ടാക്കുകയാണ്. അടുത്ത് തന്നെ മോനിക്കൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. ആ ഓഡിഷന് വേണ്ടി അവൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. മോനി ദാമിയോട് പറയാണ്, അതായത് ഈ ഓഡിഷനിൽ എങ്ങനെ സെലക്ട് ആയാൽ ഉടനെ തന്നെ അവൾക്ക് വലിയൊരു സ്റ്റാറായി മാറാൻ സാധിക്കുമെന്ന്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ 4 ആൾ അറിയുന്ന ഒരു വലിയ സെലിബ്രിറ്റിയായി മാറണം എന്നായിരുന്നു. മോനി ദാമിയെ കൊണ്ടുപോയി ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ബോബിൾ ക്യാപ്പ് ഗിഫ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, അതായത് ഈ ക്യാപ്പ് ഒരിക്കലും നീ തലയിൽ നിന്ന് ഊരരുത് എന്ന് പറയാണ്. ദാമി അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ആ ബോബിൾ ക്യാപ്പ് വെച്ച ഏതോ ഒരു പെൺകുട്ടി ആരുടെയോ കൂടെ കാറിൽ വന്ന് ഇറങ്ങാണ്. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ജിൻമോ ആണ്. ഇത് ദോഹ്യുക്ക് പുറത്തിരുന്ന് കാണുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ യൂണിഫോമിലെ നെയിം പ്ലേറ്റിൽ ബങ് ദാമി എന്നായിരുന്നു. അടുത്ത സീനിൽ ജിൻമോ ആ പെൺകുട്ടിയോട് പറയുകയാണ്, ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും നമ്മൾ ക്രോസ് ചെയ്തേ മതിയാവും, ഇനിയും വൈകിട്ടില്ല എന്നൊക്കെ. അപ്പോഴാണ് ദോഹ്യുക്ക് അവിടെ വന്ന് ബെല്ലടിക്കുന്നത്. കതക് തുറന്ന ജിൻമോ ദോഹ്യുക്കിനെ കണ്ടതോടെ അവിടെ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ദോഹ്യുക്ക് അവനെ എടുത്തിട്ട് അടിക്കുകയാണ്. അത് കണ്ടതോടെ ആ പെൺകുട്ടി അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയല്ലോ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എങ്ങനെയൊക്കെയോ ആ പെൺകുട്ടിയെ കൊണ്ട് ജിൻമോ അവിടുന്ന് ഓടിക്കയറി ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അവരവിടെ നിന്ന് പോയെങ്കിലും ദോഹ്യുക്കിന് ബങ് ദാമിയുടെ നെയിം പ്ലേറ്റ് കിട്ടിയിരുന്നു.
കൂടാതെ ആ ബോബിളുടെ ക്യാപ്പും അവൻ ശ്രദ്ധിച്ചിരുന്നു. അടുത്ത സീനിൽ മിസ്റ്റർ ബങ്ങിനെയാണ് കാണിക്കുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദാമി ചെന്ന് കുറേ മാപ്പ് പറയുകയും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബങ് രാഹിയെ വിളിച്ചിട്ട് അടുത്ത ദിവസം 6 മണിക്ക് എനിക്ക് ദാമിയായിട്ട് ഡിന്നർ കഴിക്കണം, ആ സമയം നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. രാഹി ഇത് കേട്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നിട്ട് അവൾ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സൂചിയായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കിക്കോളാൻ പറയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ദാമിയോട് അവൾ അടുത്ത ദിവസം ഗ്രാൻഡ്പ വരുന്നുണ്ടെന്നും നീ ആയിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് 6 മണിക്ക് വരുന്നുണ്ടെന്നും ഒരു വിധേനയും ലേറ്റ് ആവരുത് എന്ന് പറയാണ്. അതേസമയം നമുക്ക് കാണാം ദാമിയ ബോബിൾ ക്യാപ്പ് ധരിച്ചിരുന്നു. അടുത്ത ദിവസം സ്കൂളിൽ വന്ന് ബങ്താമിന്ന് പേര് പറഞ്ഞുകൊണ്ട് ഡോഹ്യുക്ക് അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് വന്ന ദാമിയോട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ, ഇന്നലെ നീ എന്നെയാണ് ആ ഹോട്ടലിൽ വെച്ച് തട്ടിയിട്ടിട്ട് പോയത് എന്ന് പറയാണ് ദോഹ്യുക്ക്. ദോഹ്യുക്ക് അവളോട് ജിൻമോ എവിടെയെന്നും ചോദിക്കുകയാണ്. പക്ഷെ ദാമിക്ക് ജിൻമോ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അത് പറയുന്നുണ്ടെങ്കിലും അവനെന്നല്ല അവിടെ ഇരിക്കുന്ന ആരും അവളെ വിശ്വസിക്കുന്നില്ല. കൂടാതെ അവൾ ഒരു ഹോട്ടലിലും പോയിട്ടില്ലെന്ന് പറയാണ്. അതേസമയം നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ഹൻമോനെ കാണാം. നീ ഇന്നലെ ആ ഹോട്ടലിൽ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ നെയിം ടാഗ് എങ്ങനെ അവിടെ എത്തി എന്ന് പറഞ്ഞ് ആ നെയിം പ്ലേറ്റ് എടുത്ത് കാണിക്കുകയാണ് ദോഹ്യുക്ക്. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ചുറ്റും നിന്ന കുട്ടികളൊക്കെ ഇതൊക്കെ പറഞ്ഞ് കേട്ടും ചിരിക്കുകയല്ലാതെ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അവൾക്ക് വേണ്ടി സംസാരിക്കാനോ ആരും തന്നെ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ അവിടേക്ക് മിസ് ഗോ വന്നിട്ട് ദോഹ്യുക്കിനെ അവിടുന്ന് പോകാൻ പറയുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഹൻമോനയുടെ മാസ്റ്റർ പ്ലാൻ റിവീൽ ആവുന്നത്. ആ 3 പുള്ളി പെൺകുട്ടികൾ കുറച്ച് ദിവസം മുൻപ് അവർ മോനെ ഏതോ ഒരാളുടെ കൂടെ കണ്ടിരുന്നു. അത് മോനെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അവളുടെ ബോബിൾ ഹാറ്റ് കണ്ടിട്ടാണ്. ഇതിങ്ങനെ പോയാൽ തൻ്റെ രഹസ്യം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അറിയുമെന്ന് മനസ്സിലാക്കിയ മോനി ഒരു വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കി. ആ സ്കൂളിലേക്ക് പുതിയ സ്റ്റുഡൻ്റായി ദാമി വന്ന് കയറിയപ്പോൾ ദാമിയുടെ ഹൈറ്റും ഫിസിക്കും ഒക്കെ ഏകദേശം മോനിയായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നവൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ദാമിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കുകയും ഹെയർ സ്റ്റൈൽ അവളുടെ പോലെ തന്നെ ആക്കാനായിട്ട് മുടി ഷോർട്ടാക്കുകയും കൂടാതെ ആ ബോബിൾ ക്യാപ്പ് അവൾക്കും ഒന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുറ്റം ദാമിയുടെ തലയിലേക്ക് ഇടാനായിട്ടായിരുന്നു അത്. കൂടാതെ ദാമിയുടെ നെയിം പ്ലേറ്റും അവൾ തന്ത്രപരമായി കൈക്കലാക്കിയിരുന്നു. ആ ഹോട്ടലിൽ വെച്ച് ദോഹ്യുക്ക് അവളെ കണ്ടതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ബങ്ദാമിയുടെ നെയിം പ്ലേറ്റ് അവൾ അവിടെ ഇട്ടിട്ട് പോകുന്നതായിരുന്നു. ആ സമയം കൊണ്ട് പോലീസ് വന്ന് ദോഹ്യുക്കിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. മോനെ ജിൻമോയെ വിളിച്ചിട്ട് ദോഹ്യുക്കിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷ വാർത്ത പറയാണ്. അതേസമയം മോനിക്ക് വളരെയധികം വയറുവേദന അനുഭവപ്പെടുകയാണ്. അടുത്ത സീനിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് ഡോക്ടർ ചായയും കൂട്ടി മിസ്റ്റർ ബങ് രാഹിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ദാമി എവിടെ എന്ന് അദ്ദേഹം രാഹിയോട് ചോദിക്കുമ്പം അറിയില്ല, അവളുടെ ക്ലാസ് ലേറ്റ് ആയിരിക്കും എന്ന് പറയാണ് രാഹി. പക്ഷേ എന്തായാലും ഡിന്നറിന് സമയത്തിന് അവൾ എത്തിയിരിക്കും എന്ന് പറയാണ്. അതേസമയം സ്കൂളിൽ മിസ് ഗോ അന്ന് നടന്ന സംഭവത്തെപ്പറ്റി ദാമിയെ ചോദ്യം ചെയ്യുകയാണ്. തനിക്കൊന്നും അറിയില്ല, ആ ഹോട്ടലിലേക്ക് അവൾ പോയിട്ടേ ഇല്ല എന്നൊക്കെ മാറി മാറി അവൾ പറയുന്നുണ്ടെങ്കിലും ടീച്ചർ വിശ്വസിക്കുന്നേ ഇല്ല. അന്നേരം ദാമി പറയാണ്, നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുമല്ലേ, നിങ്ങളുടെ സീക്രട്ട് ഞാൻ എല്ലാവരോടും വെളിപ്പെടുത്തുമെന്ന് കരുതി. ഇത് കേട്ട ടീച്ചർ ഒന്നും നോക്കാതെ ദാമിക്കിട്ട് അടിക്കുകയാണ്. അതേസമയം ദാമിയുടെ ഫോണിലേക്ക് രാഹിയുടെ നിരവധി മിസ് കോൾസ് വന്നെങ്കിലും ക്ലാസ് ടീച്ചർ അവൾക്ക് ഫോൺ കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ ബങ്ങിന് ഏത് ഒക്കേഷനിലും ലേറ്റായി വരുന്നത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് രാഹി തെരുതെരെ അങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ആ ഡിന്നർ കുളമാവാതിരിക്കാനായിട്ട്. പക്ഷേ ദാമിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം മോനെ കാണാം, അവൾക്ക് വല്ലാണ്ട് വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അവളുടെ ഓഡിഷനും കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം ടെൻസ്ഡ് ആവുകയാണ്. വേദന സഹിക്കാനാവാതെ മോനി അവിടെ കാണുന്ന ഒരു റൂമിലേക്ക് കയറുകയാണ്. അത് ആർട്ട് റൂമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൻമോനെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന ഈ വേദന ലേബർ പെയിൻ ആയിരുന്നു. സമയമായിട്ടും ഡിന്നറിന് വേണ്ടി ദാമിയെ കാണാഞ്ഞിട്ട് ചെയർമാൻ വളരെയധികം ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. രാഹി അദ്ദേഹത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ്. അതേസമയം ടീച്ചറുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ദാമി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഒരു കുഞ്ഞ് കരയുന്ന സൗണ്ട് അവൾ കേൾക്കുന്നത്. വേഗം തന്നെ ശബ്ദം കേട്ടിടത്തേക്ക് അവൾ പോവാണ്. അത് ആർട്ട് റൂമിൽ നിന്നായിരുന്നു ആ ശബ്ദം കേട്ടിരുന്നത്. അവിടെ വന്ന് നോക്കുന്ന ദാമി കാണുന്നത് ഒരു കുഞ്ഞുമായി ഡെലിവറിക്ക് ശേഷം അവിടെ കിടക്കുന്ന മൊനെയാണ്. മൊനെ ദാമിയോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. കൂടാതെ താൻ പ്രഗ്നൻ്റ് ആണെന്ന് വളരെ താമസിച്ചാണ് അവൾ അറിഞ്ഞതെന്നും അതുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യാൻ സാധിച്ചില്ലെന്നും പറയുകയാണ്. സ്കൂൾ നഴ്സിനെ അവിടേക്ക് വിളിപ്പിക്കാം എന്ന് ദാമി പറയുന്നുണ്ടെങ്കിലും മോനെ സമ്മതിക്കുന്നില്ല.
ഈ കുഞ്ഞിൻ്റെ കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ നാളെ എനിക്ക് ഓഡിഷന് പോകാൻ സാധിക്കില്ലെന്നാണ് ഹൻമോണി പറയുന്നത്. എത്രയൊക്കെ പറഞ്ഞിട്ടും ദാമി സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഹൻമോണി സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ദാമി അതിന് സമ്മതിക്കുകയാണ്. സ്കൂളിൻ്റെ പുറകിലുള്ള പാർക്കിലേക്ക് ഞാൻ വരാം, പെട്ടെന്ന് തന്നെ നീ കുഞ്ഞിനെയും കൊണ്ട് ഈ വിൻഡോയിലൂടെ പുറത്ത് കടന്ന് എന്നെ അവിടെ മീറ്റ് ചെയ്യുക എന്ന് മോണി ദാമിയോട് പറയുകയാണ്. ദാമി പോയ ശേഷം മോണി അവിടെ ആർട്ട് റൂം ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് കുറേ പെൺകുട്ടികൾ കയറി വരികയാണ്. മോണി ആ സമയത്ത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടികൾ ശ്രദ്ധിക്കാതെ പുറത്തുനിന്ന് കയറി വന്നതുപോലെ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് മോണി. അധികം താമസിക്കാതെ തന്നെ ആ പെൺകുട്ടികൾ അവിടെ നടന്ന കാര്യം എന്തായിരുന്നു എന്ന് ഗസ് ചെയ്യുകയാണ്. പക്ഷേ ആരാണ് അവിടെ വെച്ചൊരു കുഞ്ഞിന് ജന്മം നൽകിയതെന്ന് അവർക്ക് അറിയില്ല. എല്ലാം കൊണ്ടും ആകെ വീക്കായിരിക്കുന്ന മോണി അവളുടെ മേത്തേക്ക് സംശയം വരാതിരിക്കാനായിട്ട് പുറത്തേക്ക് പോയ ദാമിയെ അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ദാമി ഒരു കുഞ്ഞുമായി ഓടി രക്ഷപ്പെടുന്നത് എല്ലാവരും കാണുകയാണ്. അതോടുകൂടി ദാമിയാണ് ആ പെൺകുട്ടി എന്നെല്ലാവരും അങ്ങ് ഉറപ്പിക്കുകയാണ്. എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലും ഹൻമോണി ചെയ്തത് ദാമി ആ കുഞ്ഞുമായിട്ട് ഓടിപ്പോകുന്നതിൻ്റെ വീഡിയോ പകർത്തുവാണ്. കുറച്ച് നേരം കഴിഞ്ഞ് ദാമിയെ കാണുന്ന മോണി ശ്രദ്ധിക്കുകയാണ്. അതായത് ദാമി വളരെയധികം പേടിച്ചിരുന്നു. കാരണം കുഞ്ഞിന് അനക്കമില്ലായിരുന്നു, കുഞ്ഞ് കരയുന്നില്ല. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ദാമി പറയുന്നുണ്ടെങ്കിലും നീ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് മോണി പോവുകയാണ്. ആ മഴയും നനഞ്ഞ് പാവം ദാമി കഷ്ടപ്പെട്ട് ഓടി വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ വീട്ടിലെത്തിയ ദാമിയെ അകത്ത് പോലും കയറ്റാതെ വെളിയിലേക്ക് ഇടുകയാണ് റാഹി. നടന്ന എന്താണെന്ന് റാഹിയോട് പറയാനായിട്ട് ദാമി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സമ്മതിക്കാതെ ഈ വീട്ടിലേക്ക് ഇനി നിന്നെ കയറ്റണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിൻ്റെ ഗ്രാൻഡ് പേയുടെ അടുത്ത് നിന്ന് സോറി പറഞ്ഞ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയാണ്. ദാമിക്ക് ഈ സമയം മഴ നനഞ്ഞതുകൊണ്ട് തന്നെ ഹാർട്ടിൽ ചെറിയ പെയിനൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ റാഹി വളരെയധികം അവളെ ഉപദ്രവിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മഴയത്ത് നിൽക്കുന്ന ദാമിയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വളരെയധികം പ്രതീക്ഷകളോടെ തൻ്റെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് സിറ്റിയിൽ വന്ന് തൻ്റെ സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കാനും പുതിയ സ്കൂൾ ജീവിതമൊക്കെ വളരെയധികം പ്രതീക്ഷയോടെ കണ്ടിരുന്ന ദാമിയാണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ നിൽക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നറിയാനായിട്ട് എപ്പിസോഡ് 2 വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.